സിക്സ് ഡേ വാർ, 6 ദിന യുദ്ധം. ഇസ്രായേലിന്റെ സൈനിക ശക്തി വെളിപ്പെടുത്തുന്ന ഒരു ഐതിഹാസിക പോരാട്ടമായിരുന്നു ഈ 6 ദിന യുദ്ധം. 1967 ജൂൺ 5 മുതൽ 10 വരെ ഇസ്രായേലും ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നീ അറബ് രാജ്യങ്ങളുടെ സഖ്യവും തമ്മിൽ നടന്ന ഹ്രസ്വവും എന്നാൽ രക്തരൂക്ഷിതവുമായ പോരാട്ടമായിരുന്നു മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധം അഥവാ 6 ദിന യുദ്ധം. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിനു ശേഷമുണ്ടായ അറബ് ഇസ്രായേൽ യുദ്ധങ്ങളുടെ നീണ്ട നിരയിലെ മൂന്നാമത്തേതാണ് ഈ യുദ്ധം. 1967 ജൂൺ 5 ആരംഭിച്ച യുദ്ധം 6 ദിവസങ്ങൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ഈ സമയത്തിനുള്ളിൽ തന്നെ ഇസ്രായേൽ ഈജിപ്തിന്റെ വ്യോമസേനയെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിക്കുകയും പുതിയ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നീ സംയുക്ത ശക്തികൾക്കെതിരെ ഇസ്രായേൽ ഒറ്റയ്ക്കാണ് പോരാടി വിജയം വരിച്ചത്. ഇസ്രായേലിന് അതുവരെ ഉണ്ടായിരുന്ന മൊത്തം വിസ്തൃതിയുടെ 3 ഇരട്ടി പ്രദേശം 3 രാജ്യങ്ങളിൽ നിന്നായി 6 ദിവസം കൊണ്ട് പിടിച്ചെടുത്തു. ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ ഇവയാണ്: ഈജിപ്തിൽ നിന്ന് ഗാസ മുനമ്പും സീനായ് ഉപദ്വീപും, ജോർദാനിൽ നിന്ന് കിഴക്കൻ ജെറുസലേം അടക്കം വെസ്റ്റ് ബാങ്കും, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു. ഇസ്രായേൽ പാലസ്തീൻ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള കാലത്തെ തന്നെ ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള സംഘർഷം ഈ 6 ദിന യുദ്ധത്തിന്റെ വേരുകളായി വളർന്നത്. ഇസ്രായേലും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു 6 ദിന യുദ്ധത്തിന്റെ പ്രധാന തീപ്പൊരി. 1960കളുടെ മധ്യത്തോടെ സിറിയൻ പിന്തുണയോടെ പാലസ്തീൻ ഗറില്ലാകൾ ഇസ്രായേൽ അതിർത്തിയിലുടനീളം ആക്രമണം നടത്താൻ തുടങ്ങി. ഇതിനെതിരെ ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF തിരിച്ചടിച്ചു. ഇതിനുശേഷം 1967 ഏപ്രിലിൽ ഇസ്രായേലും സിറിയയും തമ്മിൽ നടന്ന വ്യോമാക്രമണത്തിൽ 6 സിറിയൻ യുദ്ധവിമാനങ്ങൾ തകർന്നു. ഇത് സ്ഥിതികൾ കൂടുതൽ വഷളാക്കി. ഏപ്രിലിലെ വ്യോമയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിനുള്ള തയ്യാറെടുപ്പുമായി ഇസ്രായേൽ സിറിയയുടെ വടക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നുവെന്ന് സോവിയറ്റ് യൂണിയൻ രഹസ്യവിവരം ഈജിപ്തിന് നൽകി. ഇത് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധക്കളത്തിലേക്ക് ഇറക്കി. തങ്ങളുടെ സഖ്യകക്ഷിയായ സിറിയയ്ക്ക് പിന്തുണ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഈജിപ്ഷ്യൻ സൈന്യത്തോട് സീനായ പ്രദേശത്തോട്ട് പുറപ്പെടുവാൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഉത്തരവിട്ടു. സീനായ പ്രദേശത്ത് ഒരു ദശകത്തിലേറെയായി ഇസ്രായേലിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഈജിപ്ഷ്യൻ സൈന്യം പുറത്താക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസിഡന്റ് നാസർ ചെങ്കടലിനെയും അക്കാബ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന കടൽപാതയായ ടിറാൻ കടലിടുക്കിൽ നിന്ന് ഇസ്രായേലിന്റെ കപ്പൽ ഗതാഗതം നിരോധിച്ചു. മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി വഷളായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ഇടപെട്ട് ഇരുപക്ഷത്തും യുദ്ധം ഒഴിവാക്കാനായുള്ള താക്കീതും കൊടുത്തു. കൂടാതെ ടിറാൻ കടലിടുക്ക് വീണ്ടും തുറക്കാനായുള്ള പ്രവർത്തനത്തിന് പിന്തുണ നേടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വിഫലമായി. 1967 ജൂൺ ആദ്യം ഇസ്രായേൽ നേതാക്കൾ അറബ് സേനകളെ ആക്രമിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ജൂൺ 5 1967 ഇസ്രായേൽ പ്രതിരോധ സേന ഈജിപ്തിന് നേരെ ഓപ്പറേഷൻ ഫോക്കസ് എന്ന പേരിൽ ഒരു വ്യോമയാന ഓപ്പറേഷൻ ആരംഭിച്ചു. അന്ന് രാവിലെ 7 മണിക്ക് 45ഓളം ജെറ്റ് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലെ നെഗാവ് മരുഭൂമിയിലുള്ള നെവാറ്റിംഗ് എയർബേസിൽ നിന്നും പറന്നുയർന്നു. വടക്ക് നിന്ന് ഈജിപ്തിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് പകരം മെഡിറ്ററേനിയൻ കടലിന് കുറുകെ പടിഞ്ഞാറോട്ട് വിമാനങ്ങൾ പറന്നു. ഈജിപ്ഷ്യൻ റഡാർ ഓപ്പറേറ്റർമാർ ഇതിനെ റെഗുലർ മോർണിംഗ് ഫ്ലൈറ്റായി കണക്കാക്കി. അവർക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേലിൽ നിന്ന് എല്ലാ ദിവസവും ഡെയിലി റുട്ടീൻ പോലെ ഇതേ സമയത്ത് ഫ്ലൈറ്റുകൾ ഈ ഡയറക്ഷനിൽ പോവുകയും പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരികയും ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. കൃത്യം 7:45 ഈജിപ്ഷ്യൻ റഡാർ സ്ക്രീനുകളിൽ നിന്നും ഇസ്രായേൽ വിമാനങ്ങൾ അപ്രത്യക്ഷമായി. അതേസമയം തന്നെ ഈജിപ്തിലേക്ക് ബോംബുകൾ വീഴാൻ തുടങ്ങി. IAF ഇസ്രായേൽ എയർഫോഴ്സ് വർഷങ്ങളായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഇത്. കൃത്യമായ ഇടവേളകളിൽ തങ്ങളുടെ സ്വന്തം ഹോം ബേസിൽ നിന്ന് പുറപ്പെടുകയും വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നത് പരിശീലിക്കുകയും ചെയ്തിരുന്നു.
വളരെ താഴ്ന്ന ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുന്നത് കൊണ്ട് റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുക അസാധ്യമായിരുന്നു. ഇസ്രായേൽ ഉപയോഗിച്ചത് 1200 പൗണ്ട് ഭാരമുള്ള ഫ്രഞ്ച് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ബസ്റ്റർ ബോംബുകളായിരുന്നു. ഈ ഫ്ലൈറ്റുകൾ ഓടിച്ചിരുന്നത് വെറും 23 വയസ്സ് പ്രായമുള്ള ഇസ്രായേൽ പൈലറ്റ്സ് ആണെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. വെറും 7 മിനിറ്റുകൾക്ക് ശേഷം ആദ്യത്തെ വേവ് അറ്റാക്ക് കഴിഞ്ഞ് ശരാശരി 20 മിനിറ്റുകൾ കൊണ്ട് വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തി. ഈജിപ്ഷ്യൻ എയർബേസുകളുടെ റൺവേകളാണ് ബോംബുകളിട്ട് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയത്. അറ്റാക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന വിമാനങ്ങൾ കാത്ത് ഗ്രൗണ്ട് സ്റ്റാഫുകൾ ഇസ്രായേലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റുകൾ എത്തിയുടനെ ശരവേഗത്തിൽ ഗ്രൗണ്ട് ക്രൂസ് ബോംബുകളും ഇന്ധനങ്ങളും റീഫിൽ ചെയ്തു. 8 മിനിറ്റ് എന്ന ലോക റെക്കോർഡിലാണ് ഇത് ചെയ്തത്. അങ്ങനെ ആദ്യം അറ്റാക്ക് നടത്തി വെറും 1 മണിക്കൂറിനുള്ളിൽ ആദ്യം അറ്റാക്ക് ചെയ്ത വിമാനങ്ങൾ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ സജ്ജരാക്കി. ഇങ്ങനെ വേവുകളായി ഇസ്രായേലി പോർ വിമാനങ്ങൾ ഈജിപ്തിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ഓരോ വേവ് ഇസ്രായേൽ ഫൈറ്റർ ബോംബുകളും കൃത്യം 10 മിനിറ്റ് ഇടവിട്ട് ആക്രമണം നടത്തി ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ പൈലറ്റുകൾക്ക് കഷ്ടിച്ച് 7 മിനിറ്റ് സമയം മാത്രമായിരുന്നു 2-3 തവണ താഴ്ന്നു പറക്കാനും ബോംബുകൾ ഇടാനും ലഭിച്ചിരുന്നത്. ലോകത്ത് മറ്റൊരു വ്യോമസേനകൾക്കും ചിന്തിക്കാൻ കഴിയാത്ത നേട്ടമായിരുന്നു ഇത്. 10:35 ഈജിപ്തിന്റെ 18 എയർബേസുകളിലെ 13 ഇസ്രായേൽ തകർത്തു. തകർക്കാതെ വിട്ട 5 എയർബേസുകളിൽ ഒരു യുദ്ധവിമാനം പോലും ഇല്ലായിരുന്നു. 250-ലധികം ഈജിപ്ഷ്യൻ വിമാനങ്ങൾ നശിപ്പിക്കപ്പെടുകയോ സാരമായ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. 150 MiG-15 വിമാനങ്ങളും MiG-17 ഗ്രൗണ്ട് സപ്പോർട്ട് ഫ്ലൈറ്റുകളിൽ 75 എണ്ണവും 80 MiG-19 ഫൈറ്റർ ഇന്റർസെപ്റ്ററുകളിൽ 20 എണ്ണവും ഇസ്രായേൽ തകർത്തു. കൂടാതെ 25ഓളം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും 23 റഡാർ ഇൻസ്റ്റലേഷനുകളും ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സെറ്റുകളും നശിപ്പിക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്തു. ഈജിപ്തിലെ 350 എയർ കോംബാറ്റ് പൈലറ്റുമാരിൽ ഏകദേശം 100 പേരോളം മരിച്ചു. കൂടാതെ നിരവധി പേർക്ക് പരുക്കുമേറ്റു. 10:35 ഈജിപ്ഷ്യൻ എയർഫോഴ്സ് ഈ യുദ്ധത്തിൽ ഒരു ഘടകമേ അല്ലാതായി തീർന്നു. ഇസ്രായേലിന്റെ ഒരു യുദ്ധവിമാനം മാത്രമേ ഈജിപ്തിന് വെടിവെച്ചിടാൻ സാധിച്ചുള്ളൂ. 2 വിമാനങ്ങൾ എയർ 10-2 എയർ കോംബാറ്റ് അറ്റാക്കിൽ നശിപ്പിക്കപ്പെട്ടു. ഈ ആക്രമണത്തിന്റെ അസാധാരണമായ വിജയം കാരണം ഈജിപ്ത് അപ്രസക്തരായതോടുകൂടി ഉച്ചയോടെ ഇസ്രായേൽ വ്യോമസേനയുടെ ഭൂരിഭാഗവും ജോർദാൻ, സിറിയൻ, ഇറാഖ് വ്യോമസേനകളെ നശിപ്പിക്കാനും ഗാസ മുനമ്പിലും സീനായിലും ഉടനീളം വിന്യസിച്ചിരുന്ന ഈജിപ്ഷ്യൻ കവചിത സേനകളെ നശിപ്പിക്കുന്നതിൽ ഏർപ്പെടാനും കഴിഞ്ഞു. എന്നാൽ ഈജിപ്ത് യുദ്ധത്തിൽ ജയിച്ചെന്ന തെറ്റായ വാർത്തയാണ് ജോർദാന് ലഭിച്ചത്. അവർ ആഹ്ലാദത്തോടെ ജെറുസലേമിലെയും ഇസ്രായേലിലെയും പോസ്റ്റുകൾക്ക് നേരെ ഷെല്ലാക്രമണം ആരംഭിച്ചു. ഇതോടുകൂടി 6 ദിന യുദ്ധത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഇതിന് മറുപടിയായി കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ വിനാശകരമായ പ്രത്യാക്രമണം നടത്തി. ജൂൺ 7-ന് ഇസ്രായേൽ സൈന്യം പഴയ ജെറുസലേം നഗരം പിടിച്ചെടുക്കുകയും തങ്ങളുടെ പടിഞ്ഞാറൻ മതിലിൽ പ്രാർത്ഥിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. സിറിയയുമായുള്ള ഇസ്രായേലിന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയിലാണ് അവസാനഘട്ട പോരാട്ടം നടന്നത്. ജൂൺ 9-ന് തീവ്രമായ വ്യോമാക്രമണത്തെ തുടർന്ന് ഇസ്രായേലി ടാങ്കുകളും സൈന്യവും സിറിയയിലെ കനത്ത സുരക്ഷയുള്ള പ്രദേശമായ ഗോലാൻ കുന്നുകളിലേക്ക് മുന്നേറി. അടുത്ത ദിവസവും അവർ ഗോലാൻ കുന്നുകൾ വിജയകരമായി പിടിച്ചെടുത്തു. 1967 ജൂൺ 10-ന് ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും 6 ദിന യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. വെറും 132 മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ 20,000 അറബികളും 800 ഇസ്രായേലികളും കൊല്ലപ്പെട്ടതായി പിന്നീട് കണക്കാക്കി. തങ്ങളുടെ പരാജയത്തിന്റെ കാഠിന്യം കണ്ട് അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഞെട്ടി. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ അപമാനിതനായി രാജിവെച്ചു. ഇതേസമയം ഇസ്രായേലിലെ ജനത ആഹ്ലാദഭരിതരായി ആഘോഷിക്കുകയായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈജിപ്തിൽ നിന്ന് സീനായ് ഉപദ്വീപും ഗാസ മുനമ്പും ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമിൽ നിന്നും സിറിയയിൽ നിന്നും ഗോലാൻ കുന്നുകളും ഇസ്രായേൽ പിടിച്ചെടുത്തു. പോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്. Thank you. Have a nice day.